ഹായ് ഫ്രണ്ട്സ്, iStudio ഓൺലൈനിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്യൂട്ടോറിയൽ ചെറിയൊരു ടെക്നിക്കാണ്. മീൻസ് നമ്മളിൽ പല ആൾക്കാരും മിസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഡീറ്റെയിൽ. അതായത് നമുക്ക് എങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ചില ഫോട്ടോസ് മിസ്സാക്കാറുണ്ട്. മീൻസ് ഫോട്ടോയുടെ ഷാർപ്നെസ് കുറവായിരിക്കും. അതിൽ ഒരു കാരണത്തെക്കുറിച്ചാണ് ഞാനിപ്പം ഈ വീഡിയോയിൽ പറയുന്നത്. മീൻസ് ഇത് DSLR യൂസ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഈ ട്യൂട്ടോറിയലിൽ ഞാൻ പറയുന്നത് ഷട്ടർ സ്പീഡിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളൊരു DSLR ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും മിനിമം ഒരു ഷട്ടർ സ്പീഡ് ലെവൽ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമുക്ക് ഷാർപ്പ് ഫോട്ടോസ് കിട്ടാനായിട്ട്. ചില ഫോട്ടോസ് നമ്മൾ ഒരു മീൻസ് സ്ലോ ഷട്ടർ ഫോട്ടോസ് എടുക്കാറുണ്ട്. അതായത് വാട്ടർഫോൾസിൻ്റെ ഫോട്ടോസ് അല്ലെങ്കിൽ ലോങ് എക്സ്പോഷർ ഫോട്ടോസ്. ഈ തരത്തിൽപ്പെടുന്ന ഫോട്ടോസ് നമ്മൾ ട്രൈപോഡിൽ ക്യാമറ വെച്ച് ക്യാമറയ്ക്ക് ഷെയ്ക്ക് ഉണ്ടാവാതെ സ്ലോ ഷട്ടർ യൂസ് ചെയ്തെടുക്കുന്ന ഷോട്ട്സാണ്. അപ്പോൾ ഈ ഷോട്ട്സിന് എടുക്കാനായിട്ട് ഈ ടെക്നിക്ക് പറ്റില്ല. പക്ഷേ നമ്മൾ നോർമൽ ഹാൻഡ് ഹെൽഡ്, അതായത് കയ്യിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും എങ്ങനെ നമുക്ക് നല്ല ഷാർപ്പായിട്ടുള്ള ഇമേജ് കിട്ടാം എന്നതിനുള്ള ഒരു ചെറിയ ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ്മെൻ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മളൊരു ഫുൾ ഫ്രെയിം ക്യാമറയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് 5D അല്ലെങ്കിൽ 6D, നിക്കോണിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഫുൾ ഫ്രെയിം ക്യാമറ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഫുൾ ഫ്രെയിം ക്യാമറയിൽ ഈ ടെക്നിക്ക് നിങ്ങൾക്ക് വളരെ കണക്ക് കൂട്ടേണ്ട കാര്യമില്ല. മീൻസ് നിങ്ങൾ ഏത് ലെൻസാണോ യൂസ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ നിങ്ങളൊരു 50mm ലെൻസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഷട്ടർ സ്പീഡ് എപ്പോഴും ഈ 1/50 മുകളിലായിരിക്കണം. മീൻസ് നമ്മൾ ഞാൻ പറയുന്ന ഈ ടെക്നിക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഷട്ടർ പ്രയോറിറ്റി മോഡിൽ അല്ലെങ്കിൽ മാനുവൽ മോഡിലെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ രണ്ട് മോഡിൽ മാത്രമേ നമുക്ക് ഷട്ടർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഷട്ടർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡിൽ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫോട്ടോസിൻ്റെ ഷാർപ്നെസ് ഈ ഒരു കാരണം കൊണ്ട് കുറയാതിരിക്കും. അപ്പോൾ നമ്മളൊരു 50mm ലെൻസ് യൂസ് ചെയ്ത് ഒരു 5D Mark III പോലുള്ള ഫുൾ ഫ്രെയിം ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ മിനിമം ഒരു 1/50, അതിലും കുറച്ചുകൂടെ ഷട്ടർ കൂട്ടി വെക്കുന്നതാണ് നല്ലത്. അതായത് ഒരു 1/60-70 ലെവലിൽ വെച്ചാൽ ഒരു 50mm ലെൻസിൽ നല്ല ഷട്ടറിൻ്റെ പ്രോബ്ലം കൊണ്ടുള്ള ഷേക്സ് ഉണ്ടാകത്തില്ല. മീൻസ് ഷാർപ്നെസ് ലോസ് ഉണ്ടാകത്തില്ല. നിങ്ങളിപ്പം 50mm അല്ല ഒരു 85mm ലെൻസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഞാനിത് ഫുൾ ഫ്രെയിം ക്യാമറയിലെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്, 85mm ലെൻസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മിനിമം ഹാൻഡ് ഹെൽഡ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കിന് 1/85 അല്ലെങ്കിൽ 1/85 മുകളിലോട്ടുള്ള ഏത് സംഖ്യയും യൂസ് ചെയ്താൽ ഷാർപ്പായിട്ടുള്ള ഇമേജസ് കിട്ടും. പക്ഷേ കറക്റ്റ് 1/85 തന്നെ കീപ്പ് ചെയ്യാതെ ഒരു 1/100, 1/120 ഷട്ടർ സ്പീഡ് കീപ്പ് ചെയ്താൽ ഷാർപ്നെസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കും. പക്ഷേ ഈ സെയിം ടെക്നിക്ക് നിങ്ങൾ ഒരു ക്രോപ്പ് സെൻസർ ക്യാമറയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, മീൻസ് ക്രോപ്പ് സെൻസർ ക്യാമറ എന്ന് പറയുന്നത് ഫുൾ ഫ്രെയിം ക്യാമറ അല്ലാത്ത എൻട്രി ലെവലും അല്ലെങ്കിൽ മിഡിൽ ലെവൽ DSLR ക്യാമറകൾ. അപ്പം ഈ ക്യാമറയിലാണെങ്കിൽ അതിൻ്റെ സെൻസറിൻ്റെ സൈസിന് വ്യത്യാസമുണ്ട്. ഒരു 60% ക്രോപ്പുണ്ട്. അതായത് നമ്മളൊരു 50mm ലെൻസ് ഒരു ഫുൾ ഫ്രെയിം ക്യാമറയിലും ഒരു ക്രോപ്പ് സെൻസർ ക്യാമറയിലും യൂസ് ചെയ്താൽ രണ്ടിലും കിട്ടുന്ന, അതായത് ഒരേ സ്പോട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫോട്ടോ എടുത്താൽ രണ്ടിലും കിട്ടുന്ന ഇമേജിൻ്റെ വലിപ്പം വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് കിട്ടുന്ന കണ്ടൻറ്റ് ഒരു ഫുൾ ഫ്രെയിം ക്യാമറയിലാണെങ്കിൽ നിങ്ങൾ കിട്ടുന്ന കണ്ടൻറ്റ്, അതാണ് നമ്മളൊരു 100% കണ്ടൻറ്റായിട്ട് പറയുന്നത്. ആ ഒരു കണ്ടൻറ്റിൻ്റെ 60% കുറവായിരിക്കും ഈ ക്രോപ്പ് സെൻസർ ക്യാമറയിൽ കിട്ടുന്നത്. ഞാനപ്പം അതിൻ്റെ ഒരു ഇമേജ് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാം. ക്രോപ്പ് സെൻസറിലും ഫുൾ ഫ്രെയിം ക്യാമറയിലും ഒരേ ലെൻസ് ഫോക്കൽ ലെങ്തിൽ ഷൂട്ട് ചെയ്ത ഒരു ഇമേജ് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ക്രോപ്പ് സെൻസർ ക്യാമറയാണ് ഹാൻഡ് ഹെൽഡായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെക്നിക്ക്, ഷട്ടർ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ക്രോപ്പ് ഫാക്ടറും നമ്മൾ അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നമ്മളൊരു 50mm ലെൻസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, 50mm പോട്ടെ, കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് 100mm ലെൻസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ക്രോപ്പ് ഫാക്ടറായ 60%, അതായത് 100ൻ്റെ 60%, അതായത് 60
അതിൻ്റെ കൂടെ കൂട്ടണം. അതായത് 160 അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് വരുന്ന ആ ഒരു ഷട്ടർ സ്പീഡാണ് നമ്മൾ മിനിമം ഷട്ടർ സ്പീഡായിട്ട് നോക്കേണ്ടത്. അപ്പം അതൊരു 50 mm ലെൻസ് ആണെങ്കിൽ 50 mm കൂടെ 50യുടെ 60% 30-80 നമ്മൾ അതിൻ്റെ മിനിമം ഷട്ടർ സ്പീഡായിട്ട് കാണണം. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്രോപ്പ് സെൻസർ ക്യാമറയാണെങ്കിൽ 60% ആ നമ്മുടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്തിൻ്റെ 60% കൂടെ കൂട്ടി വേണം നമ്മൾ ഷട്ടർ സ്പീഡ് ഇടാനായിട്ട്. മീൻസ് ഞാനിപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 60D ക്രോപ്പ് സെൻസർ ക്യാമറയാണ്. അപ്പം ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ലെൻസ് 17-50 mm ലെൻസാണ്, സിഗ്മയുടെ ലെൻസ്. അപ്പോൾ ഞാൻ ഈ ക്യാമറയിൽ 17 mm ഫോക്കൽ ലെങ്തിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളതിൻ്റെ ഷട്ടർ സ്പീഡ് മിനിമം കീപ്പ് ചെയ്യേണ്ടത് 17 × 60/100 കിട്ടുന്ന എമൗണ്ട്. ഓക്കെ, 17 × 60/100 എന്ന് പറഞ്ഞാൽ 10.2 ആണ്. 17 + 10 27.2. നമ്മുടെ ഷട്ടർ സ്പീഡ് മിനിമം ഒരു 1/30 എങ്കിലും ഷട്ടർ സ്പീഡ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ 17 mm ഫോക്കൽ ലെങ്തിൽ ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനപ്പം ഇതിൻ്റെ ഈ ലെൻസിൻ്റെ മാക്സിമം ഫോക്കൽ ലെങ്ത് ആയിട്ടുള്ള 50യിലേക്കാണ് പോകുന്നതെങ്കിൽ, 50 mm സൂമിലോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മുമ്പ് പറഞ്ഞ പോലെ 50 × 60%, 50 പ്ലസ് ഈ 50യുടെ 60%, അതായത് 30. 50 + 30 എന്ന് പറയുമ്പോഴത്തേക്കിനും 80. അപ്പം നമ്മുടെ ഷട്ടർ സ്പീഡ് മിനിമം 1/80യുടെ മുകളിലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഷാർപ്പായിട്ടുള്ള ഇമേജസ് കിട്ടത്തുള്ളൂ. ഇത് ഈ ഷാർപ്പ് ഇമേജ് കിട്ടുന്നതിൻ്റെ ഒരു ഫാക്ടറാണ്. വേറെയും ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ താഴെ കമൻ്റ് ഇടുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഞാനിപ്പം ഇതിൽ പറയുന്ന വീഡിയോസ് വളരെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യാതെ മിനിമം ടെക്നിക്കൽ ഡീറ്റെയിൽസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ഈ മിനിമം ടെക്നിക്കൽ ഡീറ്റെയിൽ വെച്ച് എനിക്ക് തോന്നുന്നു മുൻപ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഔട്ട് ഓഫ് ഫോക്കസ് ആയിരിക്കും. മീൻസ് ഞാൻ ഈ ക്യാമറയുടെ ലെൻസ് ഒരു കറക്റ്റ് ഒരു ഫോക്കൽ ലെങ്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഫോക്കസിൽ വരത്തുള്ളൂ. അപ്പം നേരത്തെ കുറച്ച് മുമ്പോട്ട് കയറിയിരുന്നത്, അപ്പോഴത്തേക്കിനും കുറച്ച് ഭാഗം ഔട്ട് ഓഫ് ഫോക്കസ് ആയിരിക്കാൻ സാധ്യതയുണ്ട് വീഡിയോയുടെ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഭൂരിഭാഗം കാര്യങ്ങളും സാധാരണ DSLR യൂസേഴ്സിന് മനസ്സിലാകുന്ന രീതിയിൽ പറയണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ച് അതിൻ്റെ റിപ്ലൈ നെക്സ്റ്റ് വീഡിയോയിൽ തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യുക. ഈ വീഡിയോയുടെ മാത്രമല്ല, ഇനിയുള്ള മുൻപോട്ടുള്ള വീഡിയോകളിൽ. അപ്പോൾ മുൻപോട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നോ അപ്പോൾ തന്നെ അപ്ഡേറ്റ് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.